ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കിഡിൽ ഒരു വെബ്സൈറ്റാണ് പരിചയപ്പെടുത്തുന്നത് കേട്ടോ. ഇതിൽ കൂടെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത് നല്ലൊരു ലൂട്ട് ഏൺ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഈ വെബ്സൈറ്റ് ജസ്റ്റ് ലോഞ്ച് ആയിട്ട് ഒരു 4 വീക്സേ ആവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. ഇതിനുള്ള ക്യാസിനോ അല്ലെങ്കിൽ കളർ പ്രൊഡിക്ഷൻ സൈറ്റിലൊക്കെ ബെറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് ഏൺ ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇത്. കാരണം നിങ്ങൾ കളർ പ്രൊഡിക്ഷൻ സൈറ്റിലൊക്കെ 10K 20,000 ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കമ്പനി പ്രൊഡിക്ഷൻസ് ഫോളോ ചെയ്ത് ലോസ് അടിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അത്യാവശ്യം ആ ഒരു കളർ പ്രൊഡിക്ഷൻ സൈറ്റ് കളിക്കാൻ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൈറ്റാണ് ഇത്. ഈ സൈറ്റിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ ക്രൗൺ പ്ലേ എന്നാണ്. അപ്പോൾ ഇതിലെങ്ങനെ നിങ്ങൾക്ക് ജോയിനിങ് ബോണസ് കിട്ടും, ഇതിലെങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ 150% ബോണസ് എങ്ങനെ വാങ്ങാം എന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് 5,000 ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 7,500 റുപ്പീസ് നിങ്ങൾക്ക് ബോണസായി കിട്ടും. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഇരട്ടി 1.5 ഇരട്ടി നിങ്ങൾക്ക് എന്താ പറയുക ബോണസായി കിട്ടും. അപ്പോൾ അതെങ്ങനെ കിട്ടുമെന്നൊക്കെ നമുക്കൊന്ന് വീഡിയോയിലോട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യമേ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ തന്നേക്കുന്ന ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തും. ആ ഇൻ്റർഫേസിൽ നിങ്ങൾ യൂസർ നെയിം കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, ഫസ്റ്റ് നെയിം കൊടുക്കുക, ലാസ്റ്റ് നെയിം കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, ഫോൺ നമ്പർ കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് ഇമെയിൽ കൊടുക്കുക. ഇതെല്ലാം കൃത്യമായി കൊടുക്കുക. കാര്യം നിങ്ങളുടെ പേരൊന്നും തെറ്റിച്ച് കൊടുക്കരുത്, കാരണം വിഡ്രോൾ ടൈമിൽ ഇഷ്യൂസ് ഉണ്ടാവാതിരിക്കാനാണ്. എന്നിട്ട് നിങ്ങൾ ഐ കൺഫേം ദാറ്റ് എന്ന് പറഞ്ഞാൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ടിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ബോട്ടെല്ലാം വെരിഫൈ ചെയ്ത ശേഷം നിങ്ങൾ കയറി രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത ശേഷം നേരെ നിങ്ങൾ ലോഗിൻ ചെയ്യുക. ഓക്കെ, ആ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. അപ്പം ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. അപ്പം ഒരു മിനിറ്റ്. ഓക്കെ, ഒരു ഇവിടെ നെറ്റ്വർക്ക് ഇഷ്യൂസ് ഇച്ചിരി ഉണ്ട്, അതുകൊണ്ടാണ് ഇച്ചിരി ലോഡ് ഓൺ ഡിലേ ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസിലേക്ക് വരും. ഇവിടെ ക്ലെയിം ന്യൂ വെനസ്ഡേ ബോണസ് നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് നാളെ വെനസ്ഡേയിൽ ആ ബോണസ് നമുക്ക് ക്ലെയിം ചെയ്യാം. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇത്രയും ഗെയിംസുകൾ അവൈലബിൾ ഉണ്ട്. ഇതിലൊക്കെ ലൈവ് കാസിനോസ് ഇതെല്ലാം നിങ്ങൾക്ക് കളിക്കാവുന്നതാണ്. ഓക്കെ, ഏവിയേറ്റർ ഗെയിമുണ്ട്, പിന്നെ കാസിനോ ഗെയിംസ്, നോർമൽ കാസിനോസ് ഉണ്ട്, പിന്നെ സ്പോർട്സ് ബെറ്റ് ഉണ്ട്. ഇതിൽ നിങ്ങൾ കാസിനോ കളിച്ച് എങ്ങനെ ഏണിങ്സ് ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് നിങ്ങൾക്ക് കാസിനോസൊക്കെ ഒട്ടുമിക്ക ആൾക്കാർക്കും കളിക്കാൻ അറിയാവുന്നതായിരിക്കും. അപ്പം കാസിനോ കളിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇതിൽ നല്ലൊരു ബോണസ് വാങ്ങാം എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഒന്ന് നിങ്ങൾക്ക് ജോയിനിങ് ബോണസ് കിട്ടാൻ വേണ്ടി ജസ്റ്റ് താഴെ ഇവിടെ റൈറ്റ് സൈഡിൽ താഴെയായിട്ട് ഒരു പെൺകുട്ടിയുടെ ഒരു ഫോട്ടോ കാണും. അപ്പോൾ ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കസ്റ്റമർ കെയറിനെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമർ കെയറിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, കസ്റ്റമർ കെയറായിട്ട് ജസ്റ്റ് ചാറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ആ ഒരു ജസ്റ്റ് തിരിച്ച് ആ ഒരു പിക്കിൽ തന്നെ ചെക്ക് ചെയ്യാം. ജസ്റ്റ് റൈറ്റ് സൈഡിൽ താഴെ കോർണറിൽ തന്നെ കസ്റ്റമർ കെയറിനെ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, നമ്മുടെ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ തൊട്ട് മേളിൽ തന്നെ. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ജോയിനിങ് ബോണസിന് അപ്ലൈ ചെയ്യും. നിങ്ങൾ രജിസ്റ്റർ ചെയ്ത ശേഷം നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്തിട്ട് ജോയിനിങ് ബോണസ് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് നിങ്ങൾ യൂസർ നെയിമും ഇതൊക്കെ ചോദിക്കും. യൂസർ നെയിം, ഫോൺ നമ്പർ, ഇമെയിൽ ID ഇതെല്ലാം ചോദിച്ചിട്ട് നിങ്ങൾക്ക് അവർ ജോയിനിങ് ബോണസ് ആഡ് ചെയ്ത് തരുന്നതായിരിക്കും. കാരണം ഇപ്പോഴും അവൈലബിൾ ആണെന്നാണ് എൻ്റെ വിശ്വാസം. സൈറ്റ് തുടക്കക്കാരായതുകൊണ്ട് തന്നെ ജോയിനിങ് ബോണസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് എത്ര നാളത്തേക്ക് കാണുമെന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ജോയിനിങ് ബോണസ്. എന്നാലും നിങ്ങൾ അവർക്ക് മെസ്സേജ് അയയ്ക്കുക. കാര്യം അവർ എപ്പോൾ വേണമെങ്കിലും ആ ഓഫർ എടുത്ത് മാറ്റാം. ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് ചിലപ്പോൾ ആ ഓഫർ അവർ എടുത്ത് മാറ്റാം. അതുകൊണ്ട് നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക. അവർ കോൺടാക്ട് ചെയ്ത് ജോയിനിങ് ബോണസ് മെസ്സേജ് അയക്കുക. അപ്പോൾ അവർ ജോയിനിങ് ബോണസ് ആഡ് ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ജോയിനിങ് ബോണസ് ആഡ് ആയില്ലെങ്കിൽ ജസ്റ്റ് എനിക്കൊന്ന് മെസ്സേജ് ഇട്ടാൽ മതി. ഞാനത് എന്താ കാരണമെന്ന് ഇതിൻ്റെ ഏജൻറ്റിനോട് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ട് നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ ഇതിന് നിങ്ങൾക്ക് അതിൻ്റെ ബോണസ് വാങ്ങാം. ഫസ്റ്റ് ഡിപ്പോസിറ്റ് ബോണസ് അങ്ങനെ വാങ്ങാമെന്നുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിലാണ്ട് ജസ്റ്റ് ക്ലിക്ക് ആ പ്രൊമോഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഹോമിൻ്റെ തൊട്ട് അടുത്ത ഓപ്ഷനായ പ്രൊമോഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ കുറേ ബോണസുകൾ അവൈലബിൾ ആണ്. ഓക്കെ, ഈ ബോണസുകളെല്ലാം നിങ്ങൾ വാങ്ങാൻ മുമ്പ് ക്ലെയിം ചെയ്യണം. ഓക്കെ, ജസ്റ്റ് നോക്കുക. ഇതിൽ പ്ലേ നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ പ്ലേ നൗ. ഇതിലൊക്കെ നിങ്ങൾ ഏത് ബോണസ് നോക്കിയാലും ക്ലെയിം ബോണസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ ബോണസാണ് നമുക്ക് വേണ്ടത്. ഈ 150% ഡിപ്പോസിറ്റ് ബോണസ് ലൈവ് കാസിനോസ് കളിക്കുന്നവർക്ക് വേണ്ടിയുള്ള കിടില ഒരു ബോണസാണ്. നമ്മുടെ രണ്ട് ഫ്രണ്ട്സുകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബോണസ് വാങ്ങി അത് നല്ലോണം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. കാരണം 15 ദിവസമാണ് ഇതിൻ്റെ ടൈം തീരുന്നത്. ആ 15 ദിവസത്തിനുള്ളിൽ നമ്മൾ വേജറിങ് തീർത്തിട്ട് വിഡ്രോ അടിച്ചാൽ മതി. അപ്പോൾ 15 ദിവസം കൊണ്ട് സമയം എടുത്ത് നിങ്ങൾക്ക് വേജറിങ് തീർക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് ബോണസ് വാങ്ങി നിങ്ങൾക്ക് ഇത് ക്ലെയിം ചെയ്യാം. ഇത് ജസ്റ്റ് നിങ്ങൾ ആ ക്ലെയിം ബോണസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനത്തെ ബോണസ്, ഈ ബോണസിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അറിയാൻ വേണ്ടി ജസ്റ്റ് റീഡ് മോർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഈ ബോണസ് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഡിപ്പോസിറ്റിന് തൊട്ട് മുമ്പ്, ഫസ്റ്റ് ഡിപ്പോസിറ്റ് നടത്തുന്നതിന് തൊട്ട് മുമ്പ് ക്ലെയിം ബോണസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത ശേഷം ഓക്കെ ക്ലെയിം ബോണസ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് വ്യൂ ബോണസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അപ്പോൾ ഇവിടെ വന്ന് ആ ബോണസ് കിടക്കും. അതിനകത്ത് എന്നിട്ട് ജസ്റ്റ് വീണ്ടും ക്ലെയിം ചെയ്താൽ മാത്രമേ ഇവിടെ കുറേ ഓഫേഴ്സ് ഉണ്ടോ, 10% റീലോഡ് ബോണസ് സ്ലോട്ട്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ആ ബോണസ് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ക്ലെയിം ബോണസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇങ്ങനെ ഇതിൽ തന്നെ 100% വെൽക്കം ബോണസ് സ്ലോട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ആ സമയത്ത് നിങ്ങൾ ഈ 150% ബോണസ് ഈ ലിസ്റ്റിൽ വന്ന് കിടക്കും.
അതിൽ വീണ്ടും ക്ലെയിം ചെയ്ത ശേഷം നിങ്ങൾ നേരെ ഡിപ്പോസിറ്റ് ഓപ്ഷനിലോട്ടായിരിക്കും പോകുന്നത്. UPI വഴി നിങ്ങൾക്ക് ഡിപ്പോസിറ്റ് ചെയ്യാം. അപ്പോൾ നേരെ ഡിപ്പോസിറ്റ് ഓപ്ഷനിലോട്ട് പോകും. എന്നിട്ട് നിങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്യുക. നിങ്ങൾ എത്ര രൂപ ഡിപ്പോസിറ്റ് ചെയ്യുന്ന ആ എമൗണ്ടിൻ്റെ 150% നിങ്ങൾക്ക് ബോണസായിട്ട് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഫസ്റ്റ് ഡിപ്പോസിറ്റ് ബോണസിനായിട്ട്. അപ്പോൾ ഫസ്റ്റ് ഡിപ്പോസിറ്റ് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട്, ഇപ്പോൾ 5K ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 7.5K ആണ് നിങ്ങൾക്ക് ബോണസായിട്ട് കിട്ടുക. അത് കഴിഞ്ഞ് 10K ഇൻവെസ്റ്റ് ചെയ്യുന്നെങ്കിൽ 15K 15K ആയിരിക്കും നിങ്ങൾക്ക് ബോണസായിട്ട് കിട്ടുക. അപ്പം 15 ദിവസത്തെ വാലിഡിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സമയം എടുത്ത് വേജനം തീർക്കാൻ പറ്റും. അപ്പം ഇങ്ങനത്തെ കളർ പ്രിന്റ് സൈറ്റിലൊക്കെ നിങ്ങൾക്ക് ബോണസ് കിട്ടാത്ത കളർ പ്രിന്റ് സൈറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് എമൗണ്ട് കളയുന്നതിന് വരെ ഇങ്ങനത്തെ ക്യാഷിനോ സൈറ്റിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇതിലെങ്ങനെ ഏണിങ്സ് ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇതിൽ ക്യാഷിനോ ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ക്യാഷിനോ എടുക്കാമെന്ന് വയ്ക്കുക. അതുകൊണ്ട് ഒരു ക്യാഷിനോ ഓപ്ഷനിലേക്ക് നമുക്ക് പോകാം. ക്യാഷിനോ എടുക്കുക. അപ്പോൾ ക്യാഷിനോയിൽ എങ്ങനെ നിങ്ങൾക്ക് ബെറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. കാര്യം നിങ്ങൾ ഇങ്ങനെ ബെറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ലോസ് ആവത്തില്ല. പരമാവധി ലോസ് ആവും, നിങ്ങൾക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. ചെറിയ എമൗണ്ട് ലോസ് ആയാൽ പോലെ നിങ്ങൾക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. അതോടൊപ്പം നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ്. ഇതിൽ 2 ടിപ്പുകളാണ് നമ്മൾ പറയുന്നത്. ഒന്ന്, നിങ്ങൾ ചെറിയ എമൗണ്ട് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ 10K ഇൻവെസ്റ്റ് ചെയ്യാണ്, 15K ബോണസ് ആകും. അപ്പോൾ 25,000 റുപ്പീസാണ് നിങ്ങൾക്ക്. ഇത് 15 ദിവസം സമയമുണ്ട്. അതിനുള്ളിൽ വേജന തീർത്താൽ മതി. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് 20 റുപ്പീസ് സ്റ്റാർട്ട് ചെയ്യുക. ജസ്റ്റ് 20 റുപ്പീസിൽ. അല്ലാതെ 25K 25K ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ 100 റുപ്പീസിലോ 200 റുപ്പീസിലോ ഒന്നും സ്റ്റാർട്ട് ചെയ്യരുത്. സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് ലോസ് അടിക്കും. അങ്ങനെയാണ് ഒരുപാട് പേർക്ക് വലിയ ബൾക്ക് എമൗണ്ടുകൾ പോകുന്നത്. പകരം ജസ്റ്റ് 20 റുപ്പീസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സ്റ്റെപ്പുകളും വെക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നല്ലൊരു, അഥവാ നിങ്ങൾക്ക് ഒരു 4 സ്റ്റെപ്പ് വെക്കുമ്പോൾ തന്നെ ട്രെൻഡ് മോശമാണെന്ന് തോന്നി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ലോസ് ആവുന്നത് 300 റുപ്പീസ് മാത്രമായിരിക്കും. അപ്പോൾ നമുക്കത് റിക്കവർ ചെയ്തെടുക്കാം. നെക്സ്റ്റ് അടുത്ത തവണ പിന്നെ കളിക്കുമ്പോൾ നിങ്ങൾക്ക് അത് റിക്കവർ ചെയ്തെടുക്കാനും പറ്റും. ഓക്കെ, അതുകൊണ്ട് ജസ്റ്റ് 20 റുപ്പീസ് തന്നെ സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ ഈ 2 ഫ്രണ്ട്സുകളും കളിക്കുന്ന രീതിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇങ്ങനെ നിങ്ങളും കളിച്ചു നോക്കുക, ഓഫ് കോഴ്സ് പ്രോഫിറ്റ് കിട്ടും. 2 രീതിയിലാണ് അവർ കളിക്കുന്നത്. ഒന്ന്, ഇങ്ങനെ ജസ്റ്റ് 20 റുപ്പീസിൽ അവർ സ്റ്റാർട്ട് ചെയ്യും. രണ്ടാമത്തെ കാര്യം, അവർ പെർ ഡേ ഒരു ടാർഗറ്റ് വെക്കും. ഒറ്റയടിക്ക് വേജനം തീർക്കാതെ പെർ ഡേ ആയിട്ട് ഈ 10-15 ദിവസം നിങ്ങൾക്ക് സമയമുണ്ട്. അതുകൊണ്ട് സമയം എടുത്ത് നിങ്ങൾ വേജനം തീർത്താൽ മതി. അതുകൊണ്ട് തന്നെ അവർ പെർ ഡേ ഒരു 1K 2K അവിടെ പ്രോഫിറ്റ് ടാർഗറ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ പെർ അവർ അവരൊരു ജസ്റ്റ് ഒരു മണിക്കൂറിൽ പെർ അവർ അവർ 200 റുപ്പീസ് ടാർഗറ്റ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 25,000 റുപ്പീസ് അല്ലെങ്കിൽ 12,000 റുപ്പീസ് ഒക്കെ വെച്ച് ഒരു 50 രൂപ പ്രോഫിറ്റ്, ഒരു 50 രൂപ അല്ലെങ്കിൽ 50 റുപ്പീസ് അല്ലെങ്കിൽ 100 റുപ്പീസ് ഒക്കെ പെർ ഡേ നിങ്ങൾക്ക്, അല്ല ഒരു പെർ അവർ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. പെർ അവർ ഒരു മണിക്കൂറിൽ നിങ്ങൾക്ക് ഒരു 100 രൂപയൊക്കെ സിമ്പിളായിട്ട് ഏൺ ചെയ്യാൻ പറ്റും. 12,000 രൂപയൊക്കെ ബാലൻസ് ഉണ്ടാക്കുക. എന്ന് വെച്ചാൽ 5K ഇൻവെസ്റ്റ് ചെയ്യുക, 7.5K നിങ്ങൾക്ക് ബോണസ് കിട്ടും. അങ്ങനെ 12,500 ഉണ്ട്. അല്ലെങ്കിൽ 10K ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 15K 15K ബോണസ് ഉണ്ട്. അപ്പോൾ 25K ബാലൻസ് ആവും. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് എത്ര രൂപ ബാലൻസ് ഉണ്ടെങ്കിൽ 20 റുപ്പീസ് മാത്രമേ സ്റ്റാർട്ട് ചെയ്യാവൂ. അല്ലാതെ ബൾക്ക് എമൗണ്ട് നിങ്ങൾ 25,000 റുപ്പീസ് ഉണ്ടെന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് കാര്യം അങ്ങനെ ആകുമ്പോഴാണ് ലോസ് ആവുന്നത്. പകരം ജസ്റ്റ് 20 റുപ്പീസ് സ്റ്റാർട്ട് ചെയ്യുക. അവിടെ നിന്ന് നിങ്ങൾ സ്റ്റെപ്പ് വെച്ച് പോവുക. അപ്പോൾ ഒരു 4 സ്റ്റെപ്പ് വെച്ച് ഡബിൾ ചെയ്ത് പോവുക. 20 റുപ്പീസ്, 40 റുപ്പീസ്, 80 റുപ്പീസ്, 160 റുപ്പീസ് അങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങളൊരു 4 സ്റ്റെപ്പ് 160 റുപ്പീസ് വെക്കുന്ന സമയത്ത് 4ാമത്തെ സ്റ്റെപ്പാണ്. അപ്പോൾ പോലും നിങ്ങൾ അത് ലോസ് ആയാൽ തന്നെ നിങ്ങളുടെ നഷ്ടപ്പെടുന്നത് 300 രൂപയാണ്. ഓക്കെ, 12,000 രൂപ ഇരുന്നിട്ട് 300 നഷ്ടപ്പെടുമ്പോൾ നമുക്കത് റിക്കവർ ചെയ്തെടുക്കാം. പിന്നീട് നിങ്ങൾ ആ സ്റ്റെപ്പ് അവിടെ എന്നിട്ട് ട്രെൻഡ് മോശം തോന്നിയാൽ നിർത്തുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും കളിക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം അഥവാ പോവുകയാണെങ്കിൽ തന്നെ ചെറിയ എമൗണ്ടേ പോകത്തുള്ളൂ. അത് നമുക്ക് റിക്കവർ എടുക്കാൻ പറ്റുന്ന എമൗണ്ട് മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ അല്ലാതെ നിങ്ങൾ 100 റുപ്പീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അത്യാവശ്യം നല്ലൊരു 2K 3K ഒക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് റിക്കവർ ചെയ്യുക എന്ന് പറയുന്നത് ആ ടെൻഷൻ കാരണം നമ്മളൊരു പിന്നെയും കളിക്കുമ്പോൾ ലോസ് ആവത്തേ ഉള്ളൂ. ഓക്കെ, അപ്പം ജസ്റ്റ് 20 റുപ്പീസ് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഒരു 4 or 5 സ്റ്റെപ്പ് വെക്കുക. അപ്പോൾ അതിനുള്ളിൽ പ്രോഫിറ്റ് അടിക്കും. അപ്പോൾ നിങ്ങൾ നിർത്തുക. അങ്ങനെ ഒരു 200 റുപ്പീസ് ഒരു പെർ അവർ ടാർഗറ്റ്, ഒരു പെർ അവർ 200 റുപ്പീസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നിർത്തുക. എന്നിട്ട് പിന്നെയും കുറച്ച് സമയം അങ്ങനെ ഒരു 5 മണിക്കൂർ നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1000 റുപ്പീസ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ഓക്കെ, ഒരു മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കളിക്കേണ്ട. പകരം ഒരു 15 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഒരു 200 റുപ്പീസ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. 12,000 ബാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് 20 റുപ്പീസ് സ്റ്റാർട്ട് ചെയ്ത് തന്നെ നിങ്ങൾക്കൊരു 15 മിനിറ്റ് കൊണ്ടൊക്കെ നിങ്ങൾക്ക് ഒരു 200 റുപ്പീസ് എന്തായാലും ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഒരു 5 അവർ നിങ്ങൾ ഒരു അവറിൽ 15 മിനിറ്റ് 5 അവറിലും അങ്ങനെ ഒരു 15 മിനിറ്റ് വെച്ച് മാറ്റിയൊക്കെ നിങ്ങളെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 1000 റുപ്പീസ് പെർ ഡേ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. കാര്യം നിങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോഴായിരിക്കും ഒരു 1000 റുപ്പീസ് പ്രോഫിറ്റ് ഇടും. ഒരു പെർ മന്ത് ഒരു 30,000 റുപ്പീസ് സാലറി ഉള്ള ഒരു വ്യക്തി പോലും പെർ ഡേ 1000 റുപ്പീസ് ആണ് അയാളുടെ ഒരു സാലറി, ആവറേജ് സാലറി. ആ രൂപ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ലാഭമാണ്. അപ്പം ഇങ്ങനത്തെ ബോണസ് വാങ്ങിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് ഏണിങ്സ് ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇതൊരു കിടിലൻ ലൂട്ടാണ്. കാര്യം ഈ ഒരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തിട്ട് ജസ്റ്റ് 4 വീക്സേ ആവുന്നുള്ളൂ. അതുകൊണ്ട് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. നല്ല ട്രെൻഡും ആയിരിക്കും. അതുകൊണ്ട് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. കളർ പൊടി സൈറ്റിലൊക്കെ ഓരോരുത്തർ 10,000 1 lakh ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ലോസ് ആവുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു സൈറ്റിൽ നിന്ന് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനത്തെ പുതുതായിട്ട് ലോഞ്ച് ആവുന്ന ഇതുപോലത്തെ ബോണസ് വരുന്ന സൈറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന്